സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബച്ചൂസ് ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ അത് ഡിസ്പ്ലേയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനൽ കയറാൻ താല്പര്യമുള്ളവരെല്ലാം പോയി നോക്കിയാൽ നമ്മുടെ ചാനലിൻ്റെ മെയിൻ ചാനലിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, നമ്മുടെ പ്രൊഫൈലിൻ്റെ അടി കിടപ്പുണ്ട്. റെക്കോർഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ പാട് വന്നേ? ഇത്ര വരെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊന്നും കൈ ആക്കുന്നതിൻ്റെ പാട് കാണില്ല. ഇതുകൊണ്ട് ഇപ്പോൾ പാട് കാണുന്നുണ്ട്. അയ്യേ, ഇതെങ്ങനെ വന്നെന്തോ. ഓക്കെ, എല്ലാം പൊട്ടിച്ചെടുക്കാം. എല്ലാം കൈ കയറിയിട്ടുണ്ട്. ആ പാട് കളയാൻ പറ്റുന്നോട്ടെ. അത് ഞാൻ പിന്നെ കളഞ്ഞോളാം. കാരണം വെച്ചാൽ റെക്കോർഡ് നിർത്തിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് കളയണം. അപ്പോൾ പിന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെ കിടക്കട്ടെ, പാട് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ഫാം. ഇവിടുന്ന് നമ്മുടെ ഇതൊക്കെ നമ്മൾ ലൈവിൽ കാണിച്ചായിരുന്നു. ഇത് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത സംഭവമാണ്. നൈസായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ പൊട്ട നീ ചത്തു അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറുക്ക മാറിപ്പോകുന്നുണ്ട്. രണ്ടുപേരും കണക്കാട്ടെ ഗൈസ്. കൂടെ ഒരുത്തം നിൽക്കുന്നുണ്ട്. എനിവേ ഇതെന്താണ് നല്ല വർക്കിംഗ് ആണ്, അത് മതി. ഓക്കെ, അപ്പോൾ പിന്നെ ഗൈസ് നമ്മുടെ നമ്പർ കിട്ടാൻ വേണ്ടിയായിട്ട് ഗ്രൂപ്പിൽ കയറാൻ പറയില്ല കേട്ടോ ഞാൻ. അത് ഒരാൾ എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഗ്രൂപ്പിൽ കയറി. ചെറിയ വിഷമമായി. എന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതാട്ടെ എനിക്ക് വിഷമമായി. അല്ലാണ്ട് നമ്പർ എടുത്തിട്ട് നമ്പറിന് വേണ്ടി കയറിയപ്പോൾ അതിലേപ്പോയത്. ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു, പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി. അതെനിക്കൊരു ചെറിയ വിഷമമായി. എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി മാത്രം കയറിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് അപ്പം തന്നെ ലെഫ്റ്റായി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര വിഷമമായി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാനും ഗ്രൂപ്പിൽ നമ്മൾ മാക്സിമം ആൾക്കാരെ കൂട്ടാനാണല്ലോ നോക്കുന്നത്. അതിനകത്ത് വരുന്ന ഇപ്പോൾ നീ തന്നെയാണെങ്കിലും ആരാണെങ്കിലും സംസാരിച്ചങ്ങോട്ട് പോകുന്നത് ആരാണെങ്കിലും വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 7 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും 8 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിയാണെങ്കിലും 4 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിയാണെങ്കിലും അവൻ വന്ന് ഒരു ഗെയിമർ ആണെങ്കിൽ അവൻ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ കുറേ പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൽ മൊത്തം, എൻ്റെ വാട്സപ്പ് ചാനലിൽ മൊത്തം ലിങ്കുകൾ മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനലിൽ ലിങ്ക് മാത്രം. നമ്മൾ കുറേ പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കോളുക. അത്ര ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് എൻ്റെ നമ്പർ കിട്ടിയിട്ട് ഇറങ്ങാവുന്ന പരിപാടി ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നേരിട്ട് അങ്ങ് തന്നാൽ പോരെ, ഗ്രൂപ്പ് തുടങ്ങണ്ടല്ലോ. അപ്പം അന്ന് ശ്രദ്ധിച്ചോളാം. എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിനോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല, ഒരു വിരോധമില്ല. നിങ്ങൾക്ക് അയക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ യെസ്, ഇത്രയും പറഞ്ഞ് നമ്മളങ്ങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എനിക്കും ചെറിയ വിഷമമായി അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, യെസ്, നമ്മൾ ഇതാണ്ട ഗൈസ് ഇവിടുന്ന് എടുക്കുകയാണ്. എങ്ങോട്ടേക്ക് പ്ലസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 71, അപ്പോൾ 171 പോകണം. 100 ബ്ലോക്ക് വിടണം ഗൈസ്. കാരണം വെച്ചാൽ ഇവിടെയും വില്ലേജസിന് ഇതായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് 100 ബ്ലോക്ക് വിടാതെ കാര്യം നടക്കില്ല. ഞാൻ പോയ വഴി ശരിയായിരുന്നു. ഞാൻ ആ വഴി അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. കാച്ചി ഒരു ചെറിയ പാലൊക്കെ ഉണ്ടാക്കി സെറ്റൊക്കെ. എന്തിന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞടക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്. അയ്യോ, എങ്ങോട്ടാ ഇത്ര കൂടണ്ട? എടാ, ഇവിടേക്ക് കുറേ ചെയ്യാൻ എനിക്ക് തോന്നി. കുറേ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെയായിട്ട് അങ്ങ് ഉണ്ടാക്കാം. നമ്മുടെ പോർട്ടലിൻ്റെ ഇവിടെയായിട്ട് ഇല്ല. വെരി ഗുഡ്. അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. എന്നിട്ട് ഇതാണ്ട് ഇവിടെ വെട്ടുക, ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. പിന്നെ അത് കറങ്ങി നിൽക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ നമ്മുടെ തുണി എടുക്കുക.
അവനും വെക്കുക, അങ്ങനെ പൊട്ടിച്ചളയുക. അതിൻ്റെ പൊക്കത്ത് വേറൊരു ബ്ലോക്കും കൂടെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഈ ടോർച്ച് എടുത്തിട്ടില്ല. അടിപൊളി. ഈ ഓരോ സമയത്തടെ ഓർമ്മ വരുള്ളൂ. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക, ഇവിടെ വെക്കുക. 4 ഇവിടെ കൊടുക്കുക. 1 2 3 4 ഇവിടെ കൊടുക്കുക. മൂന്നായിട്ട് എടുക്കേണ്ട വരും. 3 2 എടുത്താൽ മതി. ഇതെടുക്കുക. നൈസ്. അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒരു 2 ബ്ലോക്ക് എടുത്ത് കളയുക. നമ്മുടെ ചെസ്റ്റ് പ്ലേസ് ചെയ്യുക. ചെസ്റ്റിന് നോക്കി ഓപ്പർ കൊടുക്കുക. ഓക്കെ, നേരെയാണ്. ഓപ്പർ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് 2 ബ്ലോക്ക് താൽക്കാലികമായിട്ട് 2 ബ്ലോക്ക് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് റെയിലെടുക്കുക. റെയിലെടുത്തതിന് ശേഷം ഇവിടെയും പ്ലേസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് മൈൻകാർട്ട് വിത്ത് ഹോപ്പർ എടുക്കുക. അതിവിടെ പ്ലേസ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതവിടെ പോയി ഇരുന്നോളൂ. എന്നിട്ട് ഇതും പൊട്ടിച്ചളയുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്ലോക്ക് എടുക്കുക. അതിൻ്റെ ഒപ്പത്ത് വേറൊരു ബ്ലോക്ക് വെക്കുക. നൈസ്. ഇവിടെയും വെക്കുക. നൈസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ട്രാപ്പ് ഡോർ എടുക്കുക. ഇവിടെ പ്ലേസ് ചെയ്യുക. അതേ റിപ്പീറ്റ് ഇവിടെയും പ്ലേസ് ചെയ്യുക. നൈസ്. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ബ്ലോക്ക്. ഇവിടെ ഒരു മണ്ട. എനിക്ക് കലിപ്പ് കയറി കഴിഞ്ഞാൽ ഞാൻ വെറും മുട്ടയാണ്, നിനക്ക് അറിയാൻ മേലാണ്ട. ഓക്കെ, അവനെയും തീർത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ബ്ലോക്ക് വെക്കുക. ഇവിടെയും ബ്ലോക്ക് വെക്കുക. ഇവനെയും ബ്ലോക്ക് വെക്കുക. നൈസ്. കഴിഞ്ഞിട്ട് ജോബ് എടുക്കുക. ഇവിടെ ജോബും കയറ്റി കഴിഞ്ഞിട്ട് വേണം ജോബ് കൊടുക്കാൻ. ഞാൻ നിങ്ങൾക്കിതൊരു സാമ്പിൾ ആയിട്ട് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം എന്നോർത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ബ്ലോക്ക് അടയ്ക്കുക, ഇവിടെ അടയ്ക്കുക. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ് വില്ലേജറിന് ഇടേണ്ടത്. ഇവിടെയായിട്ട് ഒരു വില്ലേജർ വരും. നമ്മൾ വരുത്തണം. ജോബ് അവന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വില്ലേജർ വരും. ഇവിടെ നമ്മൾ ക്യാരറ്റാ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇതേ സെറ്റപ്പ് ഇപ്പുറം ഞാൻ ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഇത് ഞാനൊന്ന് ഫുള്ളൊന്ന് ചെയ്യുന്നത് നിങ്ങൾ കണ്ടേ. എന്താണെങ്കിലും വേണം, ഉറപ്പാണല്ലോ. അല്ല, ഇങ്ങോട്ടേക്കുള്ള വില്ലേജറിനെ ഈ വഴി തന്നെ കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് എനിക്ക്. നൈസ്. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്ത് മൊത്തം സ്ലാബ് വെക്കുക. ഇപ്പോൾ ക്യാരറ്റ് മൊത്തം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തോളാം. പിന്നെ അവരങ്ങ് നിരത്തി നട്ടോളും. കേസ് നമ്മുടെ കൈക്കൊക്കെ ഒന്ന് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ അവരങ്ങ് എപ്പോഴാണെന്ന് വെച്ചാൽ നട്ടോളും. അവർ ഇതായിട്ട് വിളവെടുത്തിട്ട് അവർ നട്ടോളും. കേസ് നമ്മൾ പിന്നെ നടാനൊന്നും നിൽക്കണ്ട. ഒന്നും നടേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ എൻ്റെ കയ്യിൽ കുറേ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് കയറും. ഞാൻ നല്ല സൂക്ഷിച്ച് ഓരോ ബ്ലോക്കോടെ ഞാൻ ഇവിടെ വെക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മഴ കണ്ണിക്കണ്ടു. 36 കൂടെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം കവർ ചെയ്യാനുള്ള ക്യാരറ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടടേ. ഇവിടെ വരുന്ന വില്ലേജർ എന്താണ്? ഭാഗ്യരാജൻ. ഓക്കെ, അത് കഴിഞ്ഞു. അയ്യോ, ഞാനിനി പൊക്കത്തിങ്ങനെ വരും കേട്ടല്ലോ. വേറെ യോഗയില്ല ഗൈസ്. ഇവിടെ പൊട്ടിക്കാം. ഇതിലെ കൂടെ ഒരു വില്ലേജറിനെ വന്നിട്ട് കിടത്താല്ലാണ്ട് എന്ത് ചെയ്യാം.
ഗൈസ് എന്താണേലും വില്ലേജറിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. ഓക്കെ, ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.